പഴയൊരു ബോണ്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. വേറെന്താ, പിന്നെ ഇന്ന് അവളുടെ സ്പെഷ്യൽ ഡേ. ഇനി മറ്റന്നാൾ കല്യാണം കഴിക്കുന്ന പുതിയൊരു ലൈഫ്, അതിന് ഓൾ ദ ബെസ്റ്റ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്താ പറയാ കസിൻസ് എന്നുള്ളതിന് മേലെ ലൈക് സിസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര സിസ്റ്റേഴ്സ് ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ശിവേഷിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലിങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാല് കാര്യങ്ങളും തമ്മിൽ നല്ല സ്ഥലമായിട്ട് അറിയാം. അങ്ങനെ പിന്നെ പറയാൻ പറ്റില്ല ശിവേഷിനെ വെച്ചിട്ട്. അതൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടാവും. ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ സെറ്റപ്പ് ആ ടൈം കൊണ്ട് എനിക്ക് യഥോട്ടനെ പറഞ്ഞറിയാം. ചിന്നേച്ചിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ അറിഞ്ഞു തുടങ്ങിയോ ആ സമയത്തോട്ട് എനിക്ക് യഥോട്ടനെ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എനിക്കൊരു ബ്രദറിനെ കിട്ടുന്നത് പിന്നെ ചിന്നുവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ തറവാട്ടിൽ നിൽക്കുമ്പോൾ ഫുള്ള് കളിമക്കൾ കളിക്കുന്നതോ അതൊക്കെയാണ് വലിയ ഓർമ്മയായിട്ട് നിൽക്കുന്നത്. പിന്നെ നേരത്തെ ആരോ വിഷ്ണുപ്രിയ പറയുന്നതായിട്ട് നമ്മള് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചില്ലേലും ഇങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് എല്ലാം അന്വേഷിക്കും. അങ്ങനത്തെ ഞാനങ്ങനെ അധികം കോണ്ടാക്ട് ഒന്നും വെക്കാൻ ആരോടും. അപ്പൊ എന്നോട് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, എന്താ നോക്കാത്ത വെച്ചിട്ട്. പിന്നെ എനിക്കിപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും അന്നേരം ഓക്കെ എന്ന് പറയാം. പിന്നെ എന്റെ സ്വന്തം ചേച്ചി പേശിനോട് തന്നെയാണ് എനിക്ക് ചിന്നു എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കാറുണ്ട്. ഹാപ്പി വേണ്ടിയിട്ട്. മാരിലും ചന്തത്തോടെ വന്നിരിക്കുകയാണ് നമ്മുടെ മാരൻ, മണിമാരൻ യദു. അതിനെല്ലാ ക്രെഡിറ്റും യദുവിന്റെ ഫ്രണ്ട്സിനാണ്. യദുവിന്റെ ഫ്രണ്ട്സിന് യോ കൊടുത്തേ, ഒന്നുകൂടെ കൊടുത്തേ, യോ കലക്കി കേട്ടാ. യദു ഷുഗർ കട്ടൊന്നുമില്ലല്ലേ? റൊമാൻറ്റിക് വൺ. നിങ്ങൾ ആരാണ് ഏറ്റവും റൊമാൻറ്റിക്? ചിന്നു, നമ്മുടെ ചിന്നുവാണ് റൊമാൻറ്റിക്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ധീരൻ. ആ ധീരനാണ് അവളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തവൻ. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾ ആരാണ് മോസ്റ്റ് ലൈക്ലി ഒരു ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള? ഒരു അതിശയമില്ല തന്നെ. പക്ഷെ ഒത്തൊരുമ, രണ്ടുപേർക്കും ഒരേ ആൻസർ. അടുത്ത ചോദ്യം. വിശന്നാൽ നീയല്ലാതെ മാറും. ആരാണ്? ഹൂ ഇസ് ദ ഹാംഗ്രി വൺ? വിശന്നാൽ പിടുത്തം വിടുന്ന ആള്. ഒരു അടി ഉണ്ടായാൽ ആദ്യമേ ഐ എം സോറി പറയുന്നത് ആരായിരിക്കും നിങ്ങളിൽ? നല്ല ആൻസർ, മികച്ച ആൻസർ ആയിരുന്നു അത്. കൊള്ളാം, നിങ്ങൾ കളി പഠിച്ചു വന്നിരിക്കുകയാണല്ലേ. നിങ്ങൾ ആരാണ് ഷോപ്പഹോളിക്?
ചിന്നു, ഒരു സംശയമില്ലാത്തൊരു ചോദ്യമാണത്. ആരാണ് കണ്ണാടിയിൽ നോക്കി ഏറ്റവും കൂടുതൽ മതിമറന്ന് നിൽക്കുന്നയാള്? വീണ്ടും ചിന്നു. ഒത്തൊരുമ നിങ്ങൾ കാണണം. ആരാണ് ഇതിലെ മെസ്സി വൺ? ആരാണ് വൃത്തിയുള്ളത്? ആരാണ് ഹൂ പ്ലാൻസ് ദി ബെറ്റർ സർപ്രൈസസ്? ആരാണ് സർപ്രൈസസ് ബെറ്റർ? ഓ, എന്നിട്ടാണോ റൊമാൻറ്റിക് അല്ലാന്ന് പറയണേ? അവിടെ കിടക്കുന്നുണ്ട് ഉള്ളിൽ റൊമാൻസ്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബെറ്റർ ഡാൻസർ? നന്നായി ഡാൻസ് കളിക്കുന്നത് ചിന്നുമോളാണ്. അതിലെ ഉത്തരം നമുക്കറിയായിരുന്നു. ആരാണ് പാതിരാത്രി വരെ ഫോണും നോക്കി കുത്തിയിരുന്ന് സ്ക്രോൾ ചെയ്യുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്നയാൾ? ഇതിനെ പറ്റി നമുക്ക് നാട്ടുകാർക്കൊക്കെ ഒരു നല്ല ധാരണ കിട്ടിയിട്ടുണ്ടാവും. വളരെ നല്ല സ്വഭാവവിശേഷം. ആരാണ് ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു വെഡിങ്ങിൽ ചെന്ന് ലൈഫ് ഓഫ് ദി പാർട്ടി ആകുന്ന ആരായിരിക്കും? ചിന്നുമോളാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ചിന്നേച്ചിയുടെ കല്യാണ തലേന്നാണ് അല്ലേ? അതെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സർഗാലയെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇല്ല 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 ഇല്ല